ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ദാ നമ്മൾ ഡോറി ലൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ 1.5 ഇഞ്ച് വീതിയിലുള്ള സ്ട്രിപ്പാണ് നമ്മൾ എടുത്തത്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതിയിലാണ് ഇതിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും ചെറിയ സൂചിയിൽ നമ്മൾ ഒരുപാട് നീളത്തിൽ വേണ്ട കേട്ടോ, ചെറിയ രീതിയിൽ നമ്മളൊന്ന് നൂല് കോർക്കുക. എന്നിട്ട് ദാ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദാ ഇത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ദാ ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ദാ ഇങ്ങനൊരു കോൺ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഇതാണ് മിക്കവർക്കും ഡോറി ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് റെഡിയാകാതെ വരുന്നത്. അതായത് നമ്മളത് കോർത്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ബിഗിനേഴ്സിന്. അപ്പോൾ അറിയാവുന്നവർ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക, അല്ലാത്തവരൊന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അതാ ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ കോണായിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ എക്സസൈസ് കിടക്കുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ, അതൊന്നും കട്ട് ചെയ്ത് കളയട്ടെ. നമ്മൾ ഡോറിയിൽ നല്ല ഇതായിട്ട് ഡോറിയുടെ വയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇത് കണ്ടല്ലോ. എന്നിട്ട് ഇതൊന്ന് നമ്മളൊന്ന് ഇതിപ്പോൾ ഇത്തിരി നീളം കൂടുതലുണ്ട്, ഇത്രയും നീളം നൂലിന് എടുക്കണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മളൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സൂചിയുടെ ബാക്ക് സൈഡ് ഇതാ ഇതേപോലെ നമ്മൾ കുത്തി ഇങ്ങനെ ഇറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ഇതേപോലെ തന്നെ നമ്മുടെ ഇത് ഇങ്ങനെ കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്ലീവിലും ഒക്കെ നമുക്ക് നെക്കിലും ഒക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് ഡിസൈനിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇത് എളുപ്പമല്ല, അതായത് ബിഗിനേഴ്സിന് കൂടുതലും അവർ പറയും ഭയങ്കര പാടാണ് ചെയ്തെടുക്കാനായിട്ട്. പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യത്തുള്ളൂ. വളരെ എളുപ്പം നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കും ഇവിടെയല്ല വിഷയം വരുന്നത്. നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ ഒന്ന് ബലത്തിൽ തന്നെ വലിക്കണം. അപ്പം മറ്റത് നമ്മൾ തയ്യൽ തുമ്പ് അധികം ഇടാണ്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോരും. പക്ഷേ ഇതിനകത്ത് ഒരിത്തിരി ബലം കൊടുക്കണമെന്നേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് കേട്ടോ പറയുന്നത്. അല്ലാണ്ട് ഒരു കുഴപ്പമില്ല, വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളൊരു ചെറിയൊരു ബലം കൊടുക്കണം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ നെക്കും നമ്മുടെ സ്ലീവും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഡോറ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ് താഴത്ത് ഇടണം. അപ്പോൾ അതാ ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇത്തിരി ഒന്ന് ബലം കൊടുക്കണം കേട്ടോ. അത്രയും കട്ടിയുള്ളത് കൊണ്ടാണ് കണ്ടത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതും തീരെ സൈസ് കുറവിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.